അപ്പം നമ്മൾ പിക്നിക് ഹോട്ടലിൽ വന്നു. ഇതാണ് നമ്മൾ എന്നും സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇനി ഇവിടെ നമുക്ക് രാവിലെ മാർക്കറ്റിൽ പോകണം. അപ്പം 5 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും. അതായത് അവർ പക്കോടാസ് അതുപോലെ തന്നെ അവരുടെ ഷോപ്പ് അവർ സെറ്റ് ചെയ്യുന്നത് നേരത്തെ തന്നെ സെറ്റ് ചെയ്യും. പിന്നെ പുതിയ പുതിയ കളക്ഷൻസ് ആയിരിക്കും അവർ കയറ്റുക. പിന്നെ ഓരോ വീക്കിലും കളക്ഷൻസ് ചേഞ്ച് ആവും. അപ്പം ഇവിടെ വൈറ്റിൻ്റെ മാത്രം കുറച്ച് കളക്ഷൻസ് ആണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ, അതായത് മാർക്കറ്റിൻ്റെ ബാക്കിലൂടെ ഇതുപോലെ ഒരുപാട് നടവഴികളുണ്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ സൈഡിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സമയത്തും, അതായത് ഒരു 6:30 ആ ഒരു ടൈം ആയിട്ടുള്ളൂ, എന്നാലും ആളുകൾ ഭയങ്കരമായിട്ട് നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഷോപ്പ് മണിക്കൂറുകൾക്കായിരിക്കും ഓരോ ഷോപ്പ് പ്രവർത്തിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആ ഷോപ്പ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പുതിയ വേറെ ആ സെയിം സ്ഥലത്ത് വേറെ ആൾക്കാർ വേറെ മെറ്റീരിയലും കൊണ്ട് തന്നെ ആയിരിക്കും കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നൂഡിൽസ് സ്ട്രാപ്പിൻ്റെ കുറേ ഫ്രോക്കും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി. പിന്നെ വന്നേക്കുന്നത് കുറേ ഷർട്ടിൻ്റെ കളക്ഷൻസും പിന്നെ അതുപോലെ കുറച്ച് കൈ വന്ന ഐറ്റംസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കളക്ഷൻസാണ്. ബ്ലാക്കിൻ്റെ ഈ വെറൈറ്റി ഒക്കെ അത്യാവശ്യം പോപ്പുലറായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ പോകുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം എടുക്കുമ്പോഴും ഈ ബ്ലാക്കിൻ്റെ ഇങ്ങനത്തെ ഉള്ള വെറൈറ്റീസ് നമ്മൾ ഒരുപാട് എടുക്കാറുണ്ട്. പിന്നെ ഇവർ പാക്ക് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ ഇവർ ചിലപ്പോൾ ഡാമേജ് ഉള്ള പീസ് ചിലപ്പോൾ കയറ്റി വെച്ചേക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കി വേണം നിൽക്കാനായിട്ട് എപ്പോഴും. ഈ ഒരു ഫ്രോക്കിന് ഭയങ്കര ഹൈ ഡിമാൻഡായിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു മാളിലേക്കാണ് വന്നത്, ഹോൾസെയിൽ മാൾ തന്നെ. അതിന് പക്ഷേ സമയ വ്യത്യാസമുണ്ട്. അതോ 10 മണിക്ക് ആണ് തുടങ്ങുന്നത്. അവിടെ 10 മണി മുതൽ ഇവർ ഓൺലൈനിലായിട്ടും ഇവരുടെ ലൈൻ ത്രൂ ആപ്പായിട്ടും ഒരുപാട് ഇവർ ലൈവായിട്ട് ഇട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. ലൈവ് വീഡിയോ ഇട്ടിട്ട് അവർ തന്നെ അത് പ്രൊമോട്ട് ചെയ്ത് സെല്ല് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സെയിൽ അവർ നടത്തുന്നത്. പിന്നെ ഓരോ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇവരിങ്ങനെ തൂക്കിയിട്ട് സെല്ല് ചെയ്യുന്നതും ഈ ഒരു മാള് ഫുള്ള് ഹോൾസെയിലായിട്ട് സെല്ല് ചെയ്യുന്ന ഷോപ്പുകളാണ്. നല്ല റേറ്റ് കുറവിലായിരിക്കും ഇവിടെ കിട്ടുക. പിന്നെ താഴത്തെ ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും, താഴത്തെ ചെറിയ സ്പേസിലാണെങ്കിൽ പോലും ആളുകൾ ഓരോ സ്റ്റാൻഡ് വെച്ച് കച്ചവടം ചെയ്ത് ഇതാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോഫി ഷോപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രായമായ ആളുകൾ കച്ചവടം ചെയ്യാനിരിക്കുന്നുണ്ട്. പക്ഷെ അവർ സെല്ല് ചെയ്യുന്നതെല്ലാം ന്യൂജൻ, അതായത് അവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കുറേ ഐറ്റംസ് ആണ്. അതിന് വളരെ റേറ്റും കുറവാണ്. പക്ഷെ റേറ്റ് വ്യത്യാസം വരുന്നത്, നമുക്ക് റേറ്റ് കൂടുതൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് റേറ്റ് കുറവിന് എടുക്കും, പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുമ്പോഴാണ് നമുക്ക് റേറ്റ് കുറച്ച് കൂടുതൽ വന്നെ. ഇമ്പോർട്ട് ഡ്യൂട്ടി പ്ലസ് അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് വരുമ്പോഴാണ് റേറ്റ് കുറച്ച് കൂടുതൽ വരിക. ഇതൊക്കെ പല പല വെറൈറ്റീസ്, അതുപോലെ തന്നെ വീട്ടിൽ കൂടെ ഇടാൻ പറ്റുന്നതും അതല്ലാതെ പുറത്ത് ക്യാഷ്വലായിട്ടും ഇടാൻ പറ്റുന്നതായിട്ടുള്ള കുറേ ഐറ്റംസാണ് ഇവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുവിധം ഷോപ്പുകളിലൊന്നും ഇല്ലാത്ത പല പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഒറിജിനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നിങ്ങൾക്കും വാങ്ങിക്കാം. വാട്സപ്പിലോ ഇൻസ്റ്റയിലോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ, അത് കഴിഞ്ഞിട്ട് ഏതാ വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവൈലബിൾ ആണോ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രീ കോസ്റ്റിൽ അത് ഷിപ്പ് ചെയ്ത് തരും. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസും അതുപോലെ തന്നെ ഫുള്ള് നമ്മുടെ കടയിലെ അപ്ഡേറ്റ്സും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇത് ചാനൽ സബ് ചെയ്ത് വെച്ചോ. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് വളരെ റേറ്റ് കുറവും കിട്ടും. പിന്നെ ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുമ്പോൾ അതിലൊരു ഭാഗമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, താങ്ക് യു.